ഹലോ ഗായ്സ്, രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് വെള്ളപ്പൊക്കം. ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിർത്താണ്ടുള്ള മഴയായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇച്ചു എണീച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവനെ വെള്ളത്തിൽ വിടാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. ഏട്ടനാണെങ്കിൽ പുട്ടൊക്കെ തിന്നുന്നുണ്ട്. ഒരു താല്പര്യം ഇല്ലാണ്ട് പുട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ നോക്കിക്കൊണ്ടാണ് ആൾ തിന്നുന്നത്. ഇച്ചു ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഏട്ടൻ പണിക്കൊക്കെ പോയി ഇച്ചു ഞാനും എണീച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു കൂട്ടാം. അങ്ങനെ അടിച്ച് വരാനുണ്ടായിരുന്നു, അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പണിയെടുക്കുമ്പോൾ ഇച്ചുവിന് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കളിക്കാനാക്കും. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കുഴപ്പമാണ്. കാരണം ഞാൻ ഇച്ചു മാത്രമേ ഇന്ന് വീട്ടിലുണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവന് ഞാൻ ഫോണൊക്കെ കാണിച്ചു കൊടുത്തും വണ്ടിയൊക്കെ എടുത്തു കൊടുത്ത് അവൻ അവിടുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പണിയൊക്കെ ആയി ഇച്ചു ആണെങ്കിൽ കട്ടുമീൻ തുള്ളി കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോഴാണ് പാലട പായസത്തിൻ്റെ മിക്സ് കണ്ടത്. അപ്പോൾ പിന്നെ വേഗം അത് ഉണ്ടാക്കാൻ വെച്ചു. ഞാൻ തുറന്ന് നോക്കുമ്പം അടേനെക്കാട്ടും കൂടുതൽ കാണുന്നത് പഞ്ചസാരയാണ്. ഇതെന്താണാവോ ഇങ്ങനെ? അങ്ങനെ നമ്മൾ വേഗം പായസം സെറ്റാക്കാൻ വേണ്ടി ഞാൻ നിന്നു. ഇച്ചുവിനാണെങ്കിൽ അവിടെ വണ്ടിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവനവിടുന്ന് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ പായസം അങ്ങ് റെഡിയാക്കി. ചൂടോടെ തന്നെ ഞാൻ ഇച്ചും കൂടി അത് കുടിക്കാൻ വേണ്ടി നോക്കി. അതുകൊണ്ട് ഇച്ചുവിൻ്റെ വായും കുറച്ച് പൊള്ളിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാനാക്കിയോണ്ട് പറയുന്നതല്ല, പായസം അടിപൊളിയാണ്. അപ്പോഴേക്ക് അച്ഛൻ വന്നിട്ടുണ്ട്, പപ്സൊക്കെ കൊണ്ടു തന്നു. ഇച്ചു ആണെങ്കിൽ തിന്നിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പപ്സ് അങ്ങോട്ട് തിന്നു. പിന്നെ ചോറൊക്കെ തിന്ന് ഇച്ചു നല്ല ഉറക്കമായി. ഞാനവിടെ ഇങ്ങനെ ഇരുന്നു. വൈകുന്നേരം ആയപ്പം വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞപ്പോഴേക്കും ഇച്ചുതാ കളിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അല്ലെങ്കിലും അത്രപാട് ക്ഷമയൊന്നും അവനില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.